ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇതുവരെ നമ്മുടെ ഇംഗ്ലീഷ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മോക്ക് ടെസ്റ്റ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കുക. അതിന്റെ ലിങ്ക് അവൈലബിൾ ആണ്. അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും പിൻ ചെയ്തിട്ടേക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങളൊരു എക്സാം പോലെ കാണുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാലും വിഷയമല്ല, ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ. അപ്പൊ പറഞ്ഞു പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹിസ് ന്യൂ കാർ ലുക്സ് മോർ ഡാഷ് ആൻ എയ്റോപ്ലെയിൻ. ഒരു എയ്റോപ്ലെയിൻ പോലെ പുതിയ കാർ, അവന്റെ പുതിയ കാർ കാണാനുണ്ട് എന്ന് പറയാണ്. അപ്പൊ എന്താണ് ആൻസർ വരുന്നത്? പോലെ എന്നുള്ള അർത്ഥത്തിൽ ഓപ്ഷൻ ഡി എടുക്കാം, ലൈക്ക്. ഹിസ് ന്യൂ കാർ ലുക്സ് മോർ ലൈക്ക് ആൻ എയ്റോപ്ലെയിൻ. റാം ഈസ് ഡാഷ് ദാൻ എനി അതർ ബോയ് ഇൻ ദ ക്ലാസ്. എന്ത് വരും? റാം ഈസ് ഡാഷ് ദാൻ എനി അതർ ബോയ് ഇൻ ദ ക്ലാസ്. എന്ത് വരും അവിടെ ആൻസർ വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ബ്രൈറ്റർ ആണ്. കാരണം തന്നിരിക്കുന്ന സെന്റൻസ് എന്ന് പറയുമ്പോൾ ഒരു കമ്പാരിറ്റീവ് ഡിഗ്രി സെന്റൻസ് ആണ്. എങ്ങനെ മനസ്സിലായി? ദാൻ എന്നുള്ളത് തന്നിട്ടുണ്ട്. ദാൻ വന്നിരിക്കുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രി വരുമ്പോഴാണ്. സോ നമ്മൾ ബ്രൈറ്റിന്റെ കമ്പാരിറ്റീവ് എടുക്കും, അത് ബ്രൈറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് കൗ ഈസ് എ യൂസ്ഫുൾ അനിമൽ. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഏതാണ് ഓപ്ഷൻ വരുന്നത് ആൻസർ ആയിട്ട്? ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻസ് എന്തല്ല? തന്നിരിക്കുന്ന ഓപ്ഷനിൽ 2 ആൻസർ ആയിട്ട് വരാം. അതുകൊണ്ട് തന്നെ PSC ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ്? എ കൗ ഈസ് എ യൂസ്ഫുൾ അനിമൽ എന്നും വരാം, ദ കൗ ഈസ് എ യൂസ്ഫുൾ അനിമൽ എന്നും വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഈസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്? ഏതാണ് തന്നിട്ടുള്ളതിൽ കറക്റ്റ് സ്പെല്ലിംഗ്? സ്കൂളിൽ പഠിച്ച ആൾക്കാരാണെങ്കിൽ അസൈൻമെന്റ് എഴുതാതിരുന്നിട്ടില്ല. ഇൻ കേസ് കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒക്കെ നമ്മൾ അസൈൻമെന്റ് എഴുതിയിട്ടുണ്ട്. സോ ഓപ്ഷൻ സി, ASSGIGN then MENT ആണ് അസൈൻമെന്റ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇതാണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ക്വാളിറ്റി ഓഫ് ബാറ്റ്സ് ഡാഷ് നോട്ട് ഗുഡ്. ദ ക്വാളിറ്റി ഓഫ് ബാറ്റ്സ് ഡാഷ് നോട്ട് ഗുഡ്. ബാറ്റ്സിന്റെ കാര്യമല്ല പറയുന്നത്, ബാറ്റ്സിന്റെ ക്വാളിറ്റിയുടെ കാര്യമാണ്. അത് സിംഗുലർ ആണ്. സോ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഓപ്ഷൻ സി, സിംഗുലർ വെർബ് വരണം. സോ ദ ക്വാളിറ്റി ഓഫ് ബാറ്റ്സ് വാസ് നോട്ട് ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ, 66ഉം 67ഉം ക്വസ്റ്റ്യനകത്തുള്ള എറർ പാർട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് 66ാമത്തെ ക്വസ്റ്റ്യൻ, ഐ മൈറ്റ് വാച്ച് ഡാഷ് ദിസ് പ്രോഗ്രാം, ഇറ്റ്സ് സപ്പോസ്ഡ് ടു ബി വെരി ഇൻട്രസ്റ്റിംഗ്, നോ എറർ. നോക്കുക, ഐ മൈറ്റ് വാച്ച് ഏത് പാർട്ടിനാണ് മിസ്റ്റേക്ക് ഉള്ളത് നോക്കുക. ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ഏതിനാണ് മിസ്റ്റേക്ക് എന്നുള്ളത്. ഓപ്ഷൻ ഡി ആണ്, നോ എറർ ആണ്. തന്നിരിക്കുന്ന സെന്റൻസ് അപ്പാടെ ശരിയാണ്. അടുത്ത ചോദ്യം, ടോക്സ് വിൽ ബി ഹോൾഡ് ഇൻ ലണ്ടൻ നെക്സ്റ്റ് വീക്ക്, നോ എറർ. എന്താണ് ആൻസർ വരുന്നത്? നോ എറർ ആണോ അതോ തെറ്റുണ്ടോ? ഏത് പാർട്ടിനാണ് തെറ്റ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ടോക്സ് വിൽ ബി ഹോൾഡ് അല്ല, ഹെൽഡ് ആണ്. കാരണം വിൽ ബി വന്നിരിക്കുകയാണ്, അപ്പോൾ V3 ഫോം ഓഫ് ദ വെർബ് വരണം, അപ്പോൾ ഹെൽഡ് വരും. ടോക്സ് വിൽ ബി ഹെൽഡ് ഇൻ ലണ്ടൻ നെക്സ്റ്റ് വീക്ക്. അടുത്ത ചോദ്യം, ദ ഫെമിനിൻ ജെൻഡർ ഓഫ് ബുള്ളോക്ക് ഈസ്. ബുള്ളോക്കിന്റെ ഫെമിനിൻ ജെൻഡർ ഏതാണ്? ഏതാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹെയ്ഫർ ആണ്, ഹെയ്ഫർ. പിക്ക് ഔട്ട് ദ ഓപ്പോസിറ്റ് ഓഫ് പെയിൽ. പെയിലിന്റെ ഓപ്പോസിറ്റ്. പെയിലിന്റെ പിച്ച് പെയിൽ ഓഫ് വാട്ടർ കേട്ടിട്ടില്ലേ? എന്താണ് പെയിൽ? വിളറിയ എന്നൊക്കെയുള്ള മീനിങ് ആണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് നല്ല പ്രസന്നമായത് എന്നുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്, റെഡി ആണ്, റെഡി. അടുത്തത്, ബോൺ ഓഫ് മാരീഡ് പാരൻസ് ഈസ്. മാരീഡ് പാരൻസിലെ ബോൺ ആണെങ്കിൽ എങ്ങനെയാണ് അത് വരുന്നത്? ആൻസർ ഏത് വരും? ഓപ്ഷൻ ഡി ആണ്, ലെജിറ്റിമേറ്റ് ആണ്, ലെജിറ്റിമേറ്റ്. ബോൺ ഓഫ് മാരീഡ് പാരൻസ് ഈസ് ലെജിറ്റിമേറ്റ്. നോ വൺ ഡാഷ് ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ, ഡു ദേ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് വരുന്നതെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ നോ വൺ വന്നത് കൊണ്ടാണ് ക്വസ്റ്റ്യൻ ടാഗിൽ എന്ത് വന്നത്? ദേ വന്നത്. അപ്പോൾ നോ വൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എന്ത് തന്നെ ചേർക്കും? സിംഗുലർ വെർബ് തന്നെ ചേർക്കും. സോ ഇവിടെ ആൻസർ എന്ത് വരും? ആൻസർ ഓപ്ഷൻ എ വരും, ലൈക്സ് ആണ്. നോ വൺ ലൈക്സ് ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ. അടുത്ത ക്വസ്റ്റ്യൻ സിമിലീസിൻ്റെതാണ്. ആസ് ഫ്രണ്ട്ലെസ് ആസ് ഡാഷ്. എന്താണ്? ആസ് ഫ്രണ്ട്ലെസ് ആസ് ഡാഷ്. എന്ത് വരും ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, അസാൻ അലാം ക്ലോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മെജോറിറ്റി ഡാഷ് എഗൈൻസ്റ്റ് ഹിസ് ഡിസിഷൻ. ദ മെജോറിറ്റി ഡാഷ് എഗൈൻസ്റ്റ് ഹിസ് ഡിസിഷൻ
ഈസ് ആണ്. മെജോറിറ്റി ഈസ് ആണ്. ദ മെജോറിറ്റി എന്നുള്ള വേർഡ് ആണെങ്കിലും അത് ഒരുപാട് പേരുണ്ടെങ്കിലും അത് ബേസിക്കലി വേർഡായിട്ട് നോക്കുമ്പോൾ അതെന്താണ്, സിംഗുലർ ഫോം ആണ്. സോ വെർബായിട്ട് യൂസ് ചെയ്യും. ദ മെജോറിറ്റി ഈസ് എഗൈൻസ്റ്റ് ഹിസ് ഡിസിഷൻ. മാർത്താണ്ഡവർമ്മ റിട്ടൺ ബൈ CV രാമൻ പിള്ളൈ ഈസ് ഡാഷ് ഹിസ്റ്റോറിക്കൽ നോവൽ. ഹിസ്റ്റോറിക്കൽ നോവൽ ആണ്. സോ അവിടെ നമ്മൾ എന്തെഴുതും? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. എ എന്ന് വരും. എന്ത് വരും? എ. മാർത്താണ്ഡവർമ്മ റിട്ടൺ ബൈ CV രാമൻ പിള്ളൈ ഈസ് എ ഹിസ്റ്റോറിക്കൽ നോവൽ. The sun shines dash its own light. എന്താണ് പ്രിപ്പോസിഷൻ ചേർക്കുന്നത്? ബൈ ആണ്. ഓപ്ഷൻ സി ആണ്, ബൈ. The sun shines by its own light. The word of similar meaning to behavior. ബിഹേവിയർ ഈസ് ഡാഷ്. ഏതാണ്? സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ബിഹേവിയറിന് സിമിലർ മീനിങ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഡിപ്പോർട്ട്മെന്റ് ആണ്. ഡിപ്പോർട്ട്മെന്റ് ബിഹേവിയർ. എ ബ്രീഫ് സമ്മറി ഓഫ് എ ബുക്ക് ഈസ്. എന്താണ് പറയുന്നത്? ബ്രീഫ് സമ്മറി ഓഫ് എ ബുക്ക് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, എപ്പിട്ടമി ആണ്. എപ്പിട്ടമി ആണ് എ ബ്രീഫ് സമ്മറി ഓഫ് എ ബുക്ക്. അടുത്തത് എവരിവൺ ഈസ് ഹാവിങ് ഡാഷ് ഒപ്പീനിയൻ. എന്താണ്? എവരിവൺ എല്ലാവർക്കും അവരവരുടേതായ ഒപ്പീനിയൻ ഉണ്ടെന്നാണ്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്, ദെയർ ഒപ്പീനിയൻ. എവരിവൺ ഈസ് ഹാവിങ് ദെയർ ഒപ്പീനിയൻ. ദ വേർഡ് കണക്റ്റിംഗ് ഗോഡ്സ് ഈസ്. ഗോഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, ആടുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വേർഡ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ആൻസർ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്, ക്യാപ്രിൻ ആണ്. ക്യാപ്രിൻ ആണ് ആടുമായി ബന്ധപ്പെട്ട, റിലേറ്റഡ് ടു ഗോട്ട്. ലിയോനിൻ എന്ന് വെച്ചാൽ എന്താണ്? ലയൺ ആലോചിച്ചാൽ മതി. അപ്പോൾ ലയണുമായി ബന്ധപ്പെട്ടത്. അക്വിലിൻ ആണെങ്കിൽ കഴുകനുമായി ബന്ധപ്പെട്ടതാണ്. ഇക്വിൻ ആണെങ്കിൽ കുതിരയെ പോലെ എന്നുള്ള അർത്ഥമാണ്. അപ്പം സിംഹത്തിനെ പോലെയാണ് ലിയനിൻ. അക്വിലിൻ എന്നാൽ എന്താണ്? കഴുകനെ പോലെ എന്നാണ്. ദെൻ ക്യാപ്രിൻ എന്നാൽ ഗോട്ടിനെ പോലെ അല്ലെങ്കിൽ ഗോട്ടുമായി കണക്ട് ചെയ്യുന്നതാണ്. ഇക്വീൻ എന്നാൽ എന്താണ്? കുതിരയെ പോലെ എന്നാണ് അർത്ഥം. മറക്കരുത്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഐ ടോൾഡ് യു ഡാഷ് സ്വിച്ച് ഓഫ് ദ TV ഡിഡിന്റ് ഐ. നേരത്തെ റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ടാഗ് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്താണ് എഴുതേണ്ടത്? എന്താണ് വരാനുള്ളത്? TV ഓഫ് ചെയ്യരുതെന്ന് നിങ്ങളോട് പറഞ്ഞു എന്നാണ്. TV ഓഫ് ചെയ്യരുതെന്ന് നിങ്ങളോട് പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ മെയിൻ സെന്റൻസ് ഐ ടോൾഡ് യു എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് നെഗറ്റീവ് പാർട്ടൊന്നും ഇല്ല. പക്ഷെ അടുത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്, നോട്ട് ടു ആണ്. അപ്പൊ നോട്ട് ടു വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാനുള്ള കാര്യം, ടാഗ് എന്ത് വരാം? ടാഗ് അവിടെ ഒരു സ്റ്റേറ്റ്മെന്റിനെ കണക്ട് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഇതൊരു റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ടാഗ് നെഗറ്റീവ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം. ഐ ടോൾഡ് യു നോട്ട് ടു സ്വിച്ച് ഓഫ് ദ TV. എന്താണ് മലയാളം മീനിങ് എന്ന് ഓർമ്മിച്ചിരിക്കുക. TV ഓഫ് ചെയ്യരുതെന്ന് നിങ്ങളോട് പറഞ്ഞു. ഐ ടോൾഡ് യു നോട്ട് ടു സ്വിച്ച് ഓഫ് ദ TV ഡിഡിന്റ് ഐ. അപ്പൊ അതൊരു പോസിറ്റീവ് മീനിങ് ഉള്ളതല്ലേ, അതുകൊണ്ടാണ് നമ്മൾ അവിടെ നെഗറ്റീവ് ടാഗ് എടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, അതായത് ഇവിടെ സ്വിച്ച് ഓഫ് എന്നുള്ളതിന് ഒരു നെഗറ്റീവ് മീനിങ് ഉണ്ട്. ദെൻ അപ്പോൾ നോട്ടും കൂടി ആകുമ്പോൾ അത് വെട്ടിപ്പോയിട്ട് അത് പോസിറ്റീവ് ആവും. അങ്ങനെയാണ് ടാഗ് എന്ത് വരുന്നത്? നെഗറ്റീവ് ആകുന്നത്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളെ മാർക്ക് വെച്ച് നോക്കുക നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യം മെയിൽ ഓർ ഫീമെയിൽ വാർഡൻ SC ഡെവലപ്മെന്റിന്റെ 2018 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റോർ കീപ്പർ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദേ ആർ നെയ്തർ ബ്രില്യൻറ്റ് നോട്ട് ഹാർഡ് വർക്കിംഗ്. നെയ്തർ നോർ വെച്ചിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ദേ ആർ നെയ്തർ ബ്രില്യൻറ്റ് നോർ ഹാർഡ് വർക്കിംഗ് ഡാഷ്. ഇത് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നമ്മളിവിടെ ആർ എടുത്തു. ദെൻ നെയ്തർ നോർ വന്നതുകൊണ്ട് അവിടെ എന്ത് വരും? അവിടെ നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആൻസർ ഓപ്ഷൻ ബി വരും, ആർ ദേ വരും. ആർ ദേ. നീതു ആസ് വെൽ ആസ് ഹെർ ഫ്രണ്ട്സ് ഡാഷ് ഓണേർഡ്. നീതു ആസ് വെൽ ആസ് വെച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. സോ നമ്മൾ അവിടെ ഫസ്റ്റ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് സബ്ജക്റ്റിനെ നോക്കും. ആസ് വെൽ ആസ് വെച്ച് കണക്ട് ചെയ്തിരുന്നാൽ ഫസ്റ്റ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഇവിടെ വെർബ് എന്ത് വരണം? സിംഗുലർ വരണം. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ്. എന്ത് വരും? ഈസ് ഓണേർഡ് ആണ്. ഈസ് ഓണേർഡ്. നെയ്തർ ദ ബോയ് നോർ ഹിസ് ബ്രദേഴ്സ്. നെയ്തർ ദ ബോയ് നോർ ഹിസ് ബ്രദേഴ്സ് ഡാഷ് ഹാപ്പി.
എന്ത് വരും? നെയ്തർ ദ ബോയ് നോർ ഹിസ് ബ്രദേഴ്സ്. അപ്പം നെയ്തർ നോർ യൂസ് ചെയ്താൽ നമ്മൾ സെക്കൻഡ് സബ്ജക്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. സോ സെക്കൻഡ് സബ്ജക്റ്റ് ഹിസ് ബ്രദേഴ്സ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ പ്ലൂറൽ വെർബ് എടുക്കണം. അപ്പൊ അവിടെ ഏത് വരും? കറക്റ്റ് ഓപ്ഷൻ സി വരും. ആർ ഹാപ്പി ആണ്. ആർ ഹാപ്പി. അടുത്ത ക്വസ്റ്റ്യൻ, യു ഹാഡ് ബെറ്റർ ഡാഷ് ടു ദ ബസ് സ്റ്റോപ്പ്. യു ഹാഡ് ബെറ്റർ ഡാഷ് ടു ദ ബസ് സ്റ്റോപ്പ്. ഹാഡ് ബെറ്ററിന് ശേഷം നമ്മൾ എന്താണ് ചേർക്കാനുള്ളത്? വാക്കാണ്. റൂട്ട് ഫോം ഓഫ് ദ വെർബ് ചേർക്കണം. അപ്പോൾ വാക്ക് വരും. യു ഹാഡ് ബെറ്റർ വാക്ക് ടു ദ ബസ് സ്റ്റോപ്പ്. ഇഫ് ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ ഇഫ് ക്ലോസ് വന്നിരിക്കുകയാണ്. ഇഫ് ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഡാഷ്. അപ്പൊ ഹാഡ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ആൻസർ എന്ത് ചേർക്കും? ഓപ്ഷൻ ബി വരും. ഐ വുഡ് നോട്ട് ബീൻ ടയേർഡ്. എന്ത് വരും? ഐ വുഡ് നോട്ട് ബീൻ ടയേർഡ്. അടുത്ത ചോദ്യം, ടീച്ചർ ടു ദ ബോയ് കൺസൾട്ട് എ ഡിക്ഷണറി. ടീച്ചർ ബോയോട് പറഞ്ഞു കൺസൾട്ട് എ ഡിക്ഷണറി എന്നു. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? ദ ടീച്ചർ ആസ്ക്ഡ് ദ ബോയ്. എന്ത് പറയും? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ടു കൺസൾട്ട് എ ഡിക്ഷണറി. എന്ത് പറയും? ദ ടീച്ചർ ആസ്ക്ഡ് ദ ബോയ് ടു കൺസൾട്ട് എ ഡിക്ഷണറി. വി കുഡ് നോട്ട് ഡാഷ് ദ ഇൻസ്ക്രിപ്ഷൻ ഓൺ ദ വോൾ. എന്താണ്? ഭിത്തിയിൽ നമുക്കൊരു ഇൻസ്ക്രിപ്ഷനും എന്ത് മനസ്സിലായില്ല, വി കുഡ് നോട്ട് എന്നാണ് പറയുന്നത്. അപ്പൊ മനസ്സിലായില്ല എന്നുള്ള അർത്ഥത്തിൽ യൂസ് ചെയ്യുന്ന തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ്. മേക്ക് ഔട്ട് ആണ്. മേക്ക് ഔട്ട്. വി കുഡ് നോട്ട് മേക്ക് ഔട്ട് ദ ഇൻസ്ക്രിപ്ഷൻ ഓൺ ദ വാൾ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലേഡി കെപ്റ്റ് ആർഗ്യൂയിങ് വിത്ത് ദ ഷോപ്പ് കീപ്പർ. കെപ്റ്റിന് ശേഷം എന്ത് വരും? ആൻസർ ഓപ്ഷൻ ഡി വരും. കെപ്റ്റ് ഓൺ ആണ്. ദ ലേഡി കെപ്റ്റ്, കീപ്പ് ഓൺ. അപ്പോൾ ദ ലേഡി കെപ്റ്റ് ഓൺ ആർഗ്യൂയിങ് വിത്ത് ദ ഷോപ്പ് കീപ്പർ. വൺ ഓഫ് ദ ചിൽഡ്രൻ ഡാഷ് ഇന്റലിജന്റ്. വൺ ഓഫ് ദക്ക് ശേഷം വരുന്നത് പ്ലൂറൽ നൗൺ ആണെങ്കിലും നമ്മൾ അവിടെ ചേർക്കുന്ന വെർബ് എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. സോ ഈസ്. വൺ ഓഫ് ദ ചിൽഡ്രൻ ഈസ് ഇന്റലിജന്റ്. 2 kilos of potatoes dash nothing to carry. 2 കിലോ പൊട്ടറ്റോ എന്നാണ് പറയുന്നത്. സോ നമ്മൾ അവിടെ എന്ത് ചേർക്കും? സിംഗുലർ വെർബ് ചേർക്കും. ഈസ് വരും. ഈസ്. 2 kilos of potatoes is nothing to carry. The passive form of they have done it is എന്ത് വരും? They have done it. അപ്പൊ നമ്മൾ ഇങ്ങനെ എടുക്കും. ഇറ്റിനെ ഇങ്ങനെ എടുക്കും. ഇറ്റ് എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. സോ ഇറ്റ് ഹാസ് ബീൻ ഡൺ വരും. സോ ഓപ്ഷൻ സി, ഇറ്റ് ഹാസ് ബീൻ ഡൺ. ബൈ ദ ടൈം ദ പ്രസിഡന്റ് കെയിം ഡാഷ്. എന്താണ്? പ്രസിഡന്റ് വരുന്ന സമയത്തിന് മുന്നേ എന്ത് ചെയ്തു? ഇനാഗുറേഷൻ. പ്രസിഡന്റ് എത്തിയപ്പോഴേക്കും ഇനാഗുറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പൊ ആദ്യം നടന്നത് ഏതാണ്? ഇനാഗുറേഷൻ കഴിഞ്ഞു, ഉദ്ഘാടനം കഴിഞ്ഞു എന്നുള്ള കാര്യമാണ്. സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള കാര്യമാണ്. അപ്പൊ ആദ്യം കഴിഞ്ഞതിനെ നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ എഴുതും. അപ്പോൾ ഇവിടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ദ ഇനാഗുറേഷൻ ഹാഡ് ഓൾറെഡി ബീൻ സ്റ്റാർട്ടഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ദിസ് ബിലോങ് ടു ദ ലേഡി ഡാഷ് വി മെറ്റ് ഇൻ ദ ട്രെയിൻ. ഇങ്ങനെ വരുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക. ഡാഷിന് ശേഷം വെർബാണ് വന്നിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ ഹൂ ചേർത്തേനെ. പക്ഷെ ഇവിടെ വെർബ് അല്ല. ഡാഷിന് ശേഷം വന്നിരിക്കുന്നത് എന്താണ്? ഒരു സബ്ജക്റ്റ് വന്നിട്ട് അതിനുശേഷം വന്നിരിക്കുന്നത് വെർബാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൂമാണ്. ശ്രദ്ധിക്കുക, റിലേറ്റീവ് പ്രോണൗൺസിൽ ഹൂമും തമ്മിൽ വ്യത്യാസമുണ്ട് ഇല്ലേ? അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ വി എന്ന് ഇല്ല, പകരം മെറ്റെന്നാണ് മാത്രമേ ഉണ്ടായിരുന്നു എങ്കിൽ നമ്മൾ അവിടെ ഹൂ മെറ്റ് എന്ന് എഴുതിയേനെ. പക്ഷെ അതിന് മുന്നേ ഒരു സബ്ജക്റ്റ് വന്നതുകൊണ്ട്, നൗൺ വന്നതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചേർക്കും? ഹൂം എന്നുള്ള റിലേറ്റീവ് പ്രോനൗൺ ചേർക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ബ്ലഡ് ഈസ് ഡാഷ് വാട്ടർ. എന്താണ്? നമ്മൾ സ്ഥിരം യൂസ് ചെയ്യാറുള്ളതാണ് ആൾക്കാരടുത്ത്. ബന്ധുക്കൾ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പറയും ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ. ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ. ദ അമേരിക്കൻ ഇക്വാലിറ്റി ടു ബ്രിട്ടീഷ് വേർഡ് കർട്ടൻസ്. കർട്ടൻസിന് ബ്രിട്ടീഷ് വേർഡ് എന്താണ്? ആൻസർ ഡ്രേപ്സ് ആണ്. ഡ്രേപ്സ്. ചൂസ് ദ കറക്റ്റ് സ്പെൽറ്റ് വേർഡ്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ്? പഠിക്കുക വയ്ക്കുക. സിമ്പിൾ ആയിട്ടുള്ളതാണ്, സ്ഥിരം ചോദിക്കാറുള്ളതാണ്. മെയിൻ്റെനൻസ് ആണ്. മെയിൻ്റെനൻസ്. ഓപ്ഷൻ ഡി ആണ്. MEINTEN. മെയിൻ്റെനൻസ് ആണ് മെയിൻ്റെനൻസ്.
ഇറ്റ് വാസ് ദ പീക്ക് അവർ ഓഫ് ദ ഡേ. ഇതൊരു പീക്ക് അവർ ഓഫ് ദ ഡേ ആണ്. അതുകൊണ്ട് ഹി ഹാഡ് ടു സ്റ്റാൻഡ് ഇൻ ദ ബസ്. സ്റ്റാൻഡിൽ വരണം അല്ലേ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഓപ്ഷൻ സോയാണ് വരുന്നത്. അതുകൊണ്ട് എന്നുള്ള അർത്ഥത്തിൽ സോ യൂസ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, ദ ആന്റോണിം ഓഫ് ആക്യുറേറ്റ്. ആക്യുറേറ്റിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ആക്യുറേറ്റിന്റെ ഓപ്പോസിറ്റ് എ ആണ്, ഇനാക്യുറേറ്റ് ആണ്. ഇനാക്യുറേറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സിനോണിം ഓഫ് ഡിസിപ്പിൾ? ഡിസിപ്പിളിന്റെ സിനോണിം എന്താണ്? എന്താണ് സിനോണിം? ഓപ്ഷൻ സി ആണ്, അഗ്നോസ്റ്റിക് ആണ്. സിനോണിം അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഒന്നും കൂടി ശ്രദ്ധിച്ചു നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സിനോണിം ഓഫ് ഡിസിപ്പിൾ എന്നാണ്. ഈ ഡിസിപ്പിൾ എന്നാൽ ശിഷ്യൻ അല്ലെങ്കിൽ ഒരു അന്തേവാസി എന്നൊക്കെയാണ് അർത്ഥം. അതായത് ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ മൊത്തത്തിൽ നമ്മൾ ഡിസിപ്പിൾ എന്ന് വിളിക്കും. അപ്പോൾ അതിൻ്റെ അല്ലാത്തത് അഗ്നോസ്റ്റിക് ആണ്. ഈശ്വര വിശ്വാസം ഇല്ലാത്ത ആൾക്കാരെയാണ് നമ്മൾ അഗ്നോസ്റ്റിക് എന്ന് പൊതുവെ പറയാറുള്ളത്. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ഇഡിയം ടു കട്ട് കോർണേഴ്സ് മീൻസ്? എന്താണ് ടു കട്ട് കോർണേഴ്സ് എന്നതിന്റെ മീനിങ് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ടു ഡു സംതിങ് ബാഡ്ലി ഓർ ചീപ്ലി ടു സേവ് മണി ഓർ ടൈം. ടു ഡു സംതിങ് ബാഡ്ലി ഓർ ചീപ്ലി ടു സേവ് മണി ഓർ ടൈം. ഓക്കെ, അപ്പൊ ഇത്രയാണ് 40 ക്വസ്റ്റ്യൻസ്. ഇതിന് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.